ഞാനിവിടെ ഒരു പനീർ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കവർ പാല് തിളപ്പിച്ചെടുത്തു. അതിലേക്ക് മോര് ഒഴിക്കുകയാണ്. മോരിന് പകരം നാരങ്ങാ നീരോ അല്ലെങ്കിൽ വിനീഗറോ ഒഴിക്കാം. ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മോരൊഴിച്ചു. ഇപ്പോൾ അത് പനീർ വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട്. പാല് ഒരു ഭാഗം വെള്ളമായിട്ടും പനീറായിട്ടും കഷ്ണമായിട്ടും ഇങ്ങനെ വേർതിരിഞ്ഞ് വരും. ഈ അവസ്ഥയിൽ നമ്മളത് അരിച്ചെടുക്കണം. അരിപ്പയിൽ അരിച്ചെടുക്കണം. ഞാനിവിടെ അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ്. എല്ലാം അരിച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് തണുത്ത വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയെടുത്തു പനീർ. അതിന് ശേഷം ഷേപ്പൊന്നും വേണ്ട, നമുക്കിങ്ങനെ ഈ മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ എടുത്താൽ മതി. ഇനി ഒരു ചട്ടി ചൂടാക്കണം. ചൂടാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ല, ഞാനിവിടെ ഒരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതിടുന്നു. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുളക് പൊടിയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ 2 തക്കാളി അരിഞ്ഞ് അതും കൂടെ ഇടുകയാണ്. അത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവണം. എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പനീർ അതിലേക്കിടാം. ഇതിനകത്തിപ്പോൾ ഒരു കൊഴുപ്പുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കോൺഫ്ലോർ കലക്കി ഒഴിക്കുകയാണ്. കോൺഫ്ലോറിന് പകരം മൈദയായാലും കുഴപ്പമില്ല. രണ്ടിനും പകരം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് കാഷ്യൂ ആണ്. അത് വെള്ളത്തിൽ കുതിർത്ത് അരച്ച് ചേർത്താലും ഏറ്റവും നല്ലതാണ്. 1 സ്പൂൺ കോൺഫ്ലോറിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഏകദേശം ഒഴിച്ച് ഞാൻ അത് നന്നായിട്ട് കലക്കി ഇതിനകത്ത് ഒഴിച്ചു. അഥവാ കൊഴുപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു മല്ലിയില, ഇത് മല്ലിയിലയുടെ ടേസ്റ്റുള്ളൊരു ഇലയാണ്. ഭയങ്കര ടേസ്റ്റാണ് മല്ലിയിലയെക്കാട്ടിലും. സാമ്പാറിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മണവും ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ പനീർ കറി റെഡി ആയിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് കൂട്ടാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീണ്ടും നാളൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.